ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആദ്യം നമ്മൾ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. 6ാം ഘട്ടം ബൂത്തിൽ ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. 25% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഡൽഹിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. PDP പ്രവർത്തകരെ പോലീസ് പൂട്ടിയിട്ടെന്നാരോപിച്ച് കശ്മീരിൽ മെഹബൂബ മുഫ്തി റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ആർ അച്യുതനും വിവരങ്ങൾ നൽകും. ആർ.കെ., പ്രതിപക്ഷ സഖ്യത്തിന് വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളും ഒപ്പം ഹരിയാനയും. അപ്പോൾ ഈ രണ്ടിടത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? രാവിലെ മികച്ച പോളിംഗ് ആയിരുന്നു, ഒരു പക്ഷേ ഉച്ചയോടെ അത് മന്ദഗതിയിലായിട്ടുണ്ടാകാം. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയൻ സൂചിപ്പിച്ചതാണ് അതിന്റെ വസ്തുത. കാരണം രാവിലെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും. ചുട്ടുപൊള്ളുന്ന വിധത്തിലാണ് ചൂട് ഉള്ളത്. പലയിടങ്ങളിലും 45 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിലും ഹരിയാനയിലും ഏതാണ്ട് 20%, ശരാശരി 20%മാണ് 4 മണിക്കൂറിനുള്ളിൽ പോൾ ചെയ്ത വോട്ട് നിരക്ക്. ഈ 4 മണിക്കൂറിന് ശേഷം പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ ആളുകളുടെ നിര കുറയുന്നതും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഞാൻ ആ ശതമാന കണക്കൊന്ന് പറയുകയാണെങ്കിൽ, ആകെ 4 മണിക്കൂറിനുള്ളിൽ നടന്ന പോളിംഗ്, ഇന്ന് നടക്കുന്ന പോളിംഗിൽ 25.76%. ബീഹാറിൽ 23.76%. അവിടെയും കനത്ത ചൂട് ഉള്ള ഒരു ഇടമാണ്. അവിടെയും പോളിംഗ് ആ വിധത്തിൽ മാത്രമാണ് നടക്കുന്നത്. ഹരിയാനയിൽ 22.09% പോളിംഗ് നടന്നിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ 23.11% പോൾ ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡിൽ 27.80%, ഡൽഹിയിൽ 21.69% വോട്ടുകളുമാണ് പോൾ ചെയ്തിരിക്കുന്നത് ഇതുവരെ. ഒഡീഷയിൽ 21.30%, ഉത്തർപ്രദേശിൽ 27.06%, ബംഗാളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമുള്ളത്. 36.88% ബംഗാളിലെ പോളിംഗ് ശതമാനം. നമുക്ക് മൊത്തത്തിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അക്രമ സംഭവങ്ങൾ അത് ബംഗാളിലാണെങ്കിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ചൂടുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ ഇടങ്ങളിൽ വോട്ട് ചെയ്യാനെത്തിയവർക്ക് ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ പോലീസും ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതരും ഒക്കെ ചേർന്ന് ആശുപത്രികളിലേക്കും പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകുന്ന വിധത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് UP-യുടെ പല മേഖലകളിലും ഈ വിധത്തിലുള്ള ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഹരിയാനയിലും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ അറിവായിട്ടുണ്ട്. ഡൽഹിയിലും കനത്ത ചൂട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി ഈ വോട്ടിങ്ങിൻ്റെ ഒരു രാവിലത്തെ പോലെ അത്ര ശക്തി പ്രാപിച്ച വിധത്തിലേക്ക് കാര്യങ്ങൾ വരണമെങ്കിൽ വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം ആയിരിക്കും ഇനി ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അവിടേക്ക് എത്താൻ സാധിക്കുക. ഈ ബൂത്തുകൾക്ക് മുന്നിൽ ചില അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും പക്ഷേ അത്ര ഉതകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. വിജയൻ. യെസ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉഷ്ണതരംഗം വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. രാവിലെ തുടക്കത്തിൽ മികച്ച പോളിംഗ് ആയിരുന്നു, പിന്നീട് വളരെ മന്ദഗതിയിലായിട്ടുണ്ട്. ഇനി അത് മെച്ചപ്പെടണമെങ്കിൽ ഒരുപക്ഷെ വൈകുന്നേരമാകണം എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ കണക്കുകൾ അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. ആർ അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി മത്സരിക്കുന്നു. BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ജയിച്ചു. ഏതാണ്ട് 50%-ലധികമൊക്കെ വോട്ട് നേടി ജയിച്ച സീറ്റുകളാണത്.
അവിടെ എത്ര വലിയ വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുമെന്നത് പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഡൽഹിയിലെ ബൂത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, വോട്ടർമാരുടെ പ്രതികരണമൊക്കെ എങ്ങനെ? വിജയകുമാർ, പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കാണുന്ന 2019 ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല 2024 നമുക്ക് മുന്നിലുള്ളത്. കാരണം ഡൽഹിയിലെ ഇന്ത്യ സഖ്യമുണ്ട്, ആം ആദ്മിയും കോൺഗ്രസും ചേർന്നാണ് 7 സീറ്റുകളിൽ മത്സരിക്കുന്നത്. മറ്റ് എതിരാളി BJP ആണ്. അപ്പോൾ ഈ 7 സീറ്റുകളിൽ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണി അത് കൃത്യമായ പ്രചരണം ആദ്യഘട്ടം മുതൽ തന്നെ സജീവമായിരുന്നു. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയങ്ങളിൽ അത് ഉയർത്തിയായിരുന്നു ആം ആദ്മിയുടെ പ്രചാരണം. അഴിക്കുള്ളിലെ കേജ്രിവാളിന്റെ ചിത്രം അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ, ജയിൽ കാ ജവാബ് ഓട്സെ എന്നുള്ള പ്രചരണ വാക്യം അതിനായി തയ്യാറാക്കുന്നു. അങ്ങനെ അത് മുഖാന്തരമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രചാരണം. എന്നാൽ BJP അതിനെ തിരിച്ചുകൊണ്ട് അഴിമതി സർക്കാരാണ് ഡൽഹി ഭരിക്കുന്നത്, അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ് BJP ബദലായി കൊണ്ടുവന്ന പ്രചാരണം. ഒടുവിൽ കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആം ആദ്മിക്ക് കഴിഞ്ഞു. കാരണം നിരവധി റോഡ് ഷോകൾ ഇദ്ദേഹം ജയിലിന് പുറത്തു വന്നതിലൂടെ നടത്തുകയുണ്ടായി. ഹരിയാനയിലെ കുരുക്ഷേത്രയിലും വലിയൊരു റോഡ് ഷോ നടത്തുകയുണ്ടായി. മുംബൈയിൽ പ്രചാരണത്തിൽ സജീവമായി കേജ്രിവാൾ. അങ്ങനെ ആ ഒരു ജയിൽ മോചനം അത് വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാക്കി മാറ്റി. അതായത് BJPയുടെ ഈ ഏജൻസികൾ, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ, അതിന് കിട്ടിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ സജീവമാക്കി. പക്ഷേ അതിൽ കളങ്കമേൽപ്പിച്ചത് അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടിയായത് സ്വാതി മലിവാളിന്റെ പരാതി തന്നെയായിരുന്നു. അത് അടിമുടി ഒരു കോട്ടം ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടാക്കി. പക്ഷേ അതിനെ പ്രതിരോധിക്കുവാനുള്ള ദിവസേനയുള്ള വാർത്താ സമ്മേളനങ്ങൾ, മന്ത്രിമാരുടെയും നേതാക്കളുടെയും സ്ഥിരം പ്രതികരണങ്ങളെല്ലാം സജീവമാക്കുക കൂടി ആം ആദ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ പ്രചാരണം ഡൽഹിയിൽ രണ്ട് കൂട്ടരും BJPയും ഇന്ത്യ മുന്നണിയും വളരെ വീറും വാശിയോടും കൂടിയാണ് മുന്നോട്ട് വെച്ചത്. പോളിംഗ് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ ഉഷ്ണതരംഗം അത് ബാധിച്ചിട്ടുണ്ട്. കാരണം രാവിലെ അനുഭവപ്പെട്ട തിരക്ക് 10 മണിക്ക് ശേഷം ഉണ്ടായിരുന്നില്ല. പൊതുവെ പറഞ്ഞത് രാവിലെ തങ്ങൾ പോളിംഗിനായി എത്തിയത് ആ ഉഷ്ണത്തെ മറികടക്കാനാണ്. ഇനി എന്തായാലും അതൊരു 3:30-ക്ക് ശേഷം പോളിംഗ് ശതമാനം അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരി അച്യുതൻ, ഏതായാലും വളരെ നിർണായകമാണ് ഈ ഘട്ടം. പ്രത്യേകിച്ച് പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് വിലയിരുത്തുന്ന സംസ്ഥാനങ്ങൾ ഡൽഹിയും ഹരിയാനയും ഒക്കെ ഇന്ന് ബൂത്തിലെത്തുന്നുണ്ട്. എന്ത് ചലനമുണ്ടാക്കും ഈ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ കൂട്ടായ്മ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഉഷ്ണതരംഗം വോട്ടെടുപ്പിനെ അല്ലെങ്കിൽ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് തടസ്സമായിട്ടുണ്ട്. രാവിലെയും വൈകിട്ടുമായി വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും മടങ്ങുമെന്ന് കരുതാം. ഉച്ചവരെ ഏതാണ്ട് 25-30% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 3 മണിക്ക് ശേഷം അത് കുറെ കൂടി മെച്ചപ്പെടും എന്ന് കരുതുന്നു. ഡൽഹി ബ്യൂറോയിൽ നിന്ന് R രാധാകൃഷ്ണനും R അച്യുതനുമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ബാർ കോഴ ആരോപണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം. എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ പരാതിയിൽ കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണം നടത്താനാണ് തീരുമാനം. കോഴ വിവാദത്തിൽ പ്രതിരോധത്തിലായതോടെ ഡ്രൈ ഡേ മാറ്റണമെന്നതടക്കമുള്ള സെക്രട്ടറി തല ശുപാർശ സർക്കാർ പരിഗണിച്ചേക്കില്ല. വിഷയം രാഷ്ട്രീയ ആയുധമാക്കുന്നത് ചർച്ച ചെയ്യാൻ UDF ഏകോപന സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. ബാർ കോഴ ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്നും നോട്ടെണ്ണുന്ന യന്ത്രം സ്വന്തം വീട്ടിലുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യം നോക്കട്ടെ എന്നും മന്ത്രി V ശിവൻകുട്ടി പരിഹസിച്ചു. ആ ബാർകോഴ എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ മാഷും അതിന്റെ ബന്ധപ്പെട്ട മന്ത്രി MP രാജേഷും ഇത് പച്ച നുണയാണെന്നും വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും പറയുക മാത്രമല്ല, ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മന്ത്രി DGPക്ക് പരാതി കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് ഞങ്ങളുടെ ഗവൺമെന്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ്. അപ്പോൾ VD സതീശ് ആദ്യത്തിന്റെ വീടൊന്ന് പരിശോധിച്ച് നോക്കണം, അവിടെ ഉണ്ടോ എന്നുള്ളവർ. അതിനിടെ ബാർ കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. മന്ത്രിയുടെ പാലക്കാട് തൃത്താലയിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. Zindabad!
ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്നും. ഒപ്പം നിഖിൽ പ്രമേഷ് പാലക്കാട്ടു നിന്നും ചേരും. ഷഫീദ്, അന്വേഷണം പ്രഖ്യാപിച്ചു, ക്രൈംബ്രാഞ്ച് പ്രാഥമിക പരിശോധന നടത്തുന്നു, കേസ് എടുക്കുന്നില്ല. മന്ത്രിയുടെ പരാതിയിൽ ഇപ്പോൾ തുടർ നടപടിയിലേക്ക് പോകുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തൊരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങനെ ഒരു തീരുമാനം മതി എന്നുള്ളതാണ് വിജയകുമാർ ഇപ്പോൾ സർക്കാരും അതേപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം. കാരണം ഇത് എന്ത് തരത്തിലുള്ള ആരോപണമാണെന്ന് കണ്ടെത്തുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും അവരുടെ മുൻപിലുള്ള ആദ്യത്തെ ലക്ഷ്യം. ഇന്നലെ ഈ വിവാദം ഉയർന്നതിന് പിന്നാലെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ മന്ത്രി എം ബി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. CPM-ന്റെയും സർക്കാരിന്റെയും പോലീസിന്റെയും ഇക്കാര്യത്തിലെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി പരാതി ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ DYSP ബിനു ആയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. തിരുവനന്തപുരം യൂണിറ്റ് SP മധുസൂദനൻ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദരേഖയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. അനിമോന്റെ മൊഴി രേഖപ്പെടുത്തും ഇക്കാര്യത്തിൽ. മാത്രമല്ല മറ്റ് സംഘടനാ ഭാരവാഹികളുടെയും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് B. സുനിൽകുമാർ അടക്കമുള്ള ആളുകളുടെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ? B. സുനിൽകുമാർ അടക്കം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനിമോനെ അടക്കമുള്ള ആളുകളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതായിരിക്കും ക്രൈംബ്രാഞ്ച് ആദ്യം പരിശോധിക്കുക. മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ വളരെ സൂക്ഷ്മതയിൽ മദ്യനയം തയ്യാറാക്കി വരികയായിരുന്നു. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ ഭീമമായ നഷ്ടം വരുത്തുന്നുവെന്ന സെക്രട്ടറി തല സമിതിയുടെ കണ്ടെത്തലുണ്ടായിരുന്നു. മാത്രമല്ല ബാറുകളുടെ പ്രവർത്തന സമയത്തിലും ചില ഇളവുകൾ വേണമെന്ന ഉദ്യോഗസ്ഥ തല ശുപാർശയുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും മദ്യനയത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകവേ ഉണ്ടായി ഈ പുതിയ വിവാദത്തിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് സർക്കാർ സംശയിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം നടക്കും. ഏതായാലും ഈ പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈ ഡേയും അതേപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം ഈ രണ്ട് കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഒരു മാറ്റത്തിലേക്ക് ഇനി കടന്നേക്കില്ല. കാരണം തൊട്ടാൽ കൈപൊള്ളുന്ന ഒരു വിഷയമായി ഇത് മാറും എന്നുള്ളതാണ് ഇപ്പോൾ LDF-ലെയും CPM-ന്റെയും അഭിപ്രായം. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾക്കായി അടുത്ത മാസം മന്ത്രി ബാറുടമകൾ അടക്കമുള്ളവരുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു. എന്നാൽ ഈ കോഴ ആരോപണത്തോടെ ഇക്കാര്യത്തിൽ തൊട്ടാൽ അത് മുന്നണിയിൽ പ്രശ്നമുണ്ടാക്കും. അതേപോലെ തന്നെ പാർട്ടിക്ക് അത് തിരിച്ചടിയാകും. സർക്കാരിന് ചെറിയ രീതിയിലുള്ള മുഖച്ഛായ നഷ്ടപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഭയക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആ തീരുമാനത്തിലും ഇനി കാര്യമായ പുരോഗതി അല്ലെങ്കിൽ കാര്യമായ മാറ്റം ഉണ്ടാകാൻ ഇടയില്ല. വിജയകുമാർ. അതേസമയം പ്രതിപക്ഷ നേതാക്കൾ UDF നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി സർക്കാരിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിൽ ചില തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകും എന്നാണ് സൂചന. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, മന്ത്രിയുടെ ഓഫീസിലേക്ക് തൃത്താലയിൽ നടത്തിയ മാർച്ച് അവസാനിച്ചോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നോ പോലീസ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? മാർച്ച് അവസാനിച്ചു വിജയകുമാർ. അതോടൊപ്പം തന്നെ പ്രവർത്തകരൊക്കെ നീക്കുകയും ചെയ്തു. ഈ മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച ബാർ ഉടമകളുടെ സംഘടനയുടെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ആരംഭിച്ച ഈ പ്രതിഷേധം അതൊരു ശക്തമായ ഒരു ആയുധമാക്കി എടുക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രണ്ടാം ബാർക്കോഴ വിവാദം എന്ന തരത്തിലേക്ക് അതിനെ മാറ്റി മന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് ഉണ്ടായത്. പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും പോലീസുമായി വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു. ആദ്യം ഒരു ഉന്തും തള്ളും, പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ. പിന്നീട് പോലീസിനെ നിയന്ത്രിക്കാനാകാതെ വന്നതോടുകൂടി അവർ ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായി. മുതിർന്ന നേതാക്കളെ അടക്കം പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാരോപിച്ച് പ്രവർത്തകർ പോലീസിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഏറെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകരെ അവരുടെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞത്. ഒടുവിൽ എല്ലാ പ്രവർത്തകരും കയറ്റിയ ശേഷം ബാക്കിയുണ്ടായിരുന്ന പ്രവർത്തകർ ഈ പോലീസ് ബസ്സിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധം നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്ത റിജിൽ മാക്കുറ്റി അടക്കം ഉന്നയിച്ചത്. വരും ദിവസങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് യൂത്ത് ഇന്ന് മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ വൈകിട്ട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ചും നടക്കാനുണ്ട്. വിജയകുമാർ. ഈ ദൃശ്യങ്ങൾ പാലക്കാട് തൃത്താലയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിന്റേതാണ്. അതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഏറെ പണിപ്പെട്ട് പിന്നീട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും നിഖിൽ പ്രമേഷ് പാലക്കാട്ടു നിന്നുമാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരുന്നു. കാഞ്ഞങ്ങാട് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതി PA സലീമിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴാണ് ജനരോഷമുണ്ടായത്.
ഹലോ 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 ഹലോ. പ്രതിക്കെതിരെ 2 മോഷണ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് പീഡന കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ് പ്രതി മുമ്പ് നടത്തിയ മോഷണങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, ആ മട്ടിൽ വേണം നമ്മൾ കണക്കാക്കേണ്ടത് അല്ലേ? വിജയകുമാർ, അല്പസമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ പ്രതി PA സലീം കുടക് സ്വദേശി, അയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കിയത്. SP നേരത്തെ സൂചിപ്പിച്ചതും അക്കാര്യം തന്നെയാണ്. ഈ രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങി മോഷണം നടത്തുന്ന ഒരാളാണ് ഈ പ്രതി. രാത്രി സമയത്ത് ഇറങ്ങി നടക്കുന്ന സമയത്താണ് ഈ കുട്ടിയുടെ, അതായത് ഈ പെൺകുട്ടിയുടെ മുത്തച്ഛൻ തൊഴുത്തിലേക്ക് പശുവിനെ കറക്കുന്നതിനായി പോകുന്നത് കണ്ടത്. ആ സമയം മോഷണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കുട്ടിയുടെ വീടിനകത്തേക്ക് കയറിയത്. തുടർന്ന് കുട്ടിയുടെ കമ്മൽ ഊരിയെടുക്കുകയായിരുന്നു ഈ പ്രതിയുടെ ഉദ്ദേശം. പക്ഷേ കുട്ടി ബഹളം വെക്കുമെന്ന് കണ്ടതോടെ കുട്ടിയെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. തുടർന്ന് ആ വയൽ പരിസരത്ത് കൂടി പുറത്തെത്തി പല കേന്ദ്രങ്ങൾ, അതായത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഈ പെൺകുട്ടിയെ എത്തിക്കുന്നതിന് വേണ്ടി പ്രതി കുറേയേറെ സഞ്ചരിച്ചു. കുറേയേറെ അധികം സമയം ഈ പെൺകുട്ടിയും പ്രതിയും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് ഈ കുട്ടിയുടെ കമ്മൽ ഊരിയെടുക്കുന്ന ഒരു സാഹചര്യം, പ്രതിയിൽ നിന്ന് കമ്മൽ ഊരിയെടുക്കുന്നത്. അതിനുശേഷം കുട്ടി ബഹളം വെക്കാൻ തുടങ്ങിയതോടെ കുട്ടിക്ക് മേൽ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. എന്തായാലും അന്വേഷണ സംഘം 10ാമത്തെ ദിവസം ഈ പ്രതിയെ പിടികൂടി. ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി കാഞ്ഞങ്ങാട് DYSP ഓഫീസിലെത്തിച്ചു. അവിടെ വെച്ച് ചോദ്യം ചെയ്തു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ആരും അറിയാതെ പോലീസ് ഈ പ്രതിയുമായി ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തി എന്നുള്ളതാണ്. അതായത് ഈ പ്രതി പുലർച്ചെ 2 മണിക്കാണ് ഈ കുറ്റകൃത്യം നടത്തിയത്. ആ സമയത്ത് തന്നെ ഈ പരിസര പ്രദേശത്ത് പ്രതിയെ എത്തിച്ച് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ അന്വേഷണ സംഘം ഈ പ്രതിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. തുടർന്ന് വീണ്ടും 10:45 2ാം ഘട്ട തെളിവെടുപ്പുണ്ടായത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ജനരോക്ഷം ഈ പ്രദേശത്ത് അണപൊട്ടി എന്നുള്ളതാണ്. സ്ത്രീകൾ ഉൾപ്പെടെ ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ പ്രതിയെ തെളിവെടുപ്പ് നടത്തി അവിടെ നിന്ന് തിരിച്ചെത്തിച്ചത്. ഇനി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഈ പ്രതി ആദ്യഘട്ടത്തിൽ ഈ കുറ്റകൃത്യം നടത്തി അന്ന് തന്നെ തലശ്ശേരിയിലേക്ക് കടന്നു. പിന്നീട് മൈസൂർ, ബാംഗ്ലൂർ, മുംബൈ, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെയായിരുന്നു ഈ പ്രതി സഞ്ചരിച്ച വഴികൾ. ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. വിജയകുമാർ, ഈ പിടിയിലായ പ്രതി അത് AP സലീം, അയാൾ കുടക് സ്വദേശിയാണ്. ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, കാരണം ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ അയാൾ നടത്തിയ 2 മോഷണ കേസുകളുടെ വിവരങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ അയാൾക്കെതിരെ പ്രതിഷേധമുണ്ടായി. കോടതിയിൽ ഉടൻ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചത്. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.